പാരഡി ഗാനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കെതിരെ കേസെടുത്ത നടപടിക്കെതിരെയും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് രാഷ്ട്രപിതാവിന്റെ പേരൊഴിവാക്കാനുള്ള ശ്രമത്തിനെതിരെയും യൂത്ത് കോൺഗ്രസ് കോട്ടക്കൽ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളാഞ്ചേരിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വളാഞ്ചേരി നഗരത്തിലൂടെ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം ആലപിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ലോഹം മാറ്റിയതാരപ്പ, സ്വർണം കട്ടവനാരപ്പ, ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ നോക്കുന്നവരെ, അടിച്ചമർത്താൻ നോക്കുന്നവരെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് രാഷ്ട്രപിതാവിന്റെ പേരൊഴിവാക്കാനുള്ള ശ്രമത്തിനെതിരെ വളാഞ്ചേരി ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ ഉദ്ഘാടനവും DKTF ജില്ലാ പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണവും നിർവഹിച്ച പരിപാടിയിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് നൌഫൽ പാലാറ അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹാഷിം ജമാൻ സ്വാഗതവും പറഞ്ഞു. അവർ നടത്തിയ കൊള്ളയ്ക്കെതിരായുള്ള ഒരു പാരഡി ഗാനം ഇറങ്ങിയപ്പോൾ അവർക്ക് അത് സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുക. ഇതിനെതിരെ അവർ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാ തെരുവുകളിലും ഈ പാട്ടുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം, യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് കോട്ടക്കൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വളാഞ്ചേരിയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഏറ്റവും ഉച്ചത്തിൽ പറയുന്ന ആളുകളാണ് CPM-കാർ. അവരാണിപ്പോൾ ഈ പാട്ടെഴുതിയ ആളുകൾക്കെതിരെയും പാടിയ ആളുകൾക്കെതിരെയും ഇത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കേസെടുക്കാൻ പോകുന്നത്. അവർ എത്രത്തോളം കേസെടുക്കുമെന്നതാണ് നമുക്ക് കാണാനുള്ളത്. ഇത് ഇനി തെരുവിലേക്ക് ഈ പാട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അയ്യപ്പന്റെ സ്വർണം കട്ടുമുടിച്ചവർക്കെതിരെയല്ല കേസ്, ഈ പാട്ടിനെതിരെയാണ് കേസ്. അത് ഒരിക്കലും ഈ കേരള സമൂഹം അംഗീകരിക്കില്ല എന്ന് മാത്രം. പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. നമ്മുടെ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ ആരാധിക്കുന്ന നമ്മുടെ ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചുകൊണ്ട്, സ്വർണ്ണപ്പാളികൾ കൊള്ളയടിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ കൊള്ള നടത്തിയിരിക്കുകയാണ്. 2019 മുതൽ ഈ 5-6 വർഷക്കാലം ശബരിമലയിലെ കമ്മീഷണർമാരായിരുന്ന ആളുകളും അതുപോലെ തന്നെ പ്രസിഡന്റന്മാരായിരുന്ന ആളുകളും വാസു അടക്കമുള്ള ആളുകൾ ഈ സ്വർണ്ണക്കൊള്ള നടത്തി പാർട്ടിക്ക് സംരക്ഷണം നൽകിക്കൊണ്ട്, പാർട്ടിക്ക് ഇതിന്റെ വിഹിതം നൽകിക്കൊണ്ട് നടക്കുകയായിരുന്നു ഇവർ. ഇതിനെതിരെയാണ് ഈ ഒരു പാട്ടുമായി ഈ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പാട്ട് ഇതിനു മുമ്പ് കരുണാകരനെതിരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കരുണാകരനെതിരെ ഇത്തരത്തിലുള്ള ഒരു പാട്ട് വന്നിരുന്നു. അന്നൊന്നും ആരും ഒരു കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ ഒരു പാട്ട് പാടുന്നത് പോലും അസഹിഷ്ണുതയായി കാണുന്ന ഈ ഗവൺമെന്റിന്റെ ഈ നയത്തിനെതിരെയുള്ള ഒരു വലിയ വെല്ലുവിളിയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എത്ര തന്നെ കേസെടുത്താലും, ആരൊക്കെ കേസെടുത്താലും ഞങ്ങൾ ഇതിൽ നിന്ന് പിറകോട്ട് പോകില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പാട്ട് രാജ്യത്തെമ്പാടും കേരളത്തിലെമ്പാടും ഞങ്ങൾ മുഴക്കിക്കൊണ്ടേയിരിക്കുമെന്നാണ് മുഖ്യമന്ത്രിയോടും ഭരണപക്ഷത്തോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ അഭിവാദ്യം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഈ സംസ്ഥാനത്ത് എല്ലാവിധ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരാണ് നിലവിലുള്ളത്. അതുപോലെ ഈ സ്വർണം കട്ടവർക്കെതിരെയും ഈ സർക്കാർ നല്ല രീതിയിലുള്ള ഒരു തീരുമാനമായി മുന്നോട്ട് പോകുന്നില്ല. പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ബഷീർ മാവണ്ടിയൂർ, സൽമാൻ ഷറഫ്, മണ്ഡലം പ്രസിഡന്റുമാരായ ബാസിൽ മുക്കറകാട്ടിൽ, ഫാസിൽ സമദ്, ആസിഫ് എടയൂർ, രാജേഷ് കാർത്തല, ഷബാബ് വക്കരത്ത്, അസർ വളാഞ്ചേരി, നിയോജകമണ്ഡലം ഭാരവാഹികളായ യാസിൻ, രമേശ്, ഷാഫി, ഷമീർ, പ്രദീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ.